ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമ്മൾ മാർക്കറ്റിൽ എൻട്രി എടുത്തിട്ടുണ്ട്, ഞാനത് കാണിച്ചു തരാം. ആദ്യം ട്രേഡ് എടുക്കാനുള്ള റീസൺ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ ക്യാൻഡിലിൻ്റെ ക്ലോസ് കിട്ടിയിട്ടുണ്ട്. ക്ലോസിന് ശേഷം ഫിബോയെ ഡ്രോ ചെയ്തിട്ട് നമ്മളുടെ ലൈനെ ഡ്രോ ചെയ്ത് വെച്ചു. ആ ലൈനിൽ മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ തന്ന് താഴോട്ട് മൂവ് ചെയ്ത പാവം ആ ബ്രേക്ക് ക്യാൻഡലിൻ്റെ ക്ലോസിന് വേണ്ടി എന്തേ വെയിറ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അഗ്രസീവ് താഴത്തോട്ടൊരു സെല്ലിങ് വന്നതിന് ശേഷം അവിടുന്ന് തിരിച്ച് മാർക്കറ്റ് കയറാനുള്ള ചാൻസസ് ഉണ്ട്. സോ നമ്മുടെ ലൈനെ മാർക്കറ്റ് ഡ്രോ ബ്രേക്ക് ഡൗൺ തന്നതിന് ശേഷമാണ് നമ്മളുടെ ട്രേഡിൽ എൻ്റർ ചെയ്തത്. നമ്മൾ ഇവിടെയാണ് എൻ്റർ ചെയ്തത്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് 78 പോയിൻറ്റ്സ്. 78 പോയിൻറ്റ്സ് ഇന്ന് കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ റീസണൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. 78 പോയിൻറ്റ്സും ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റുമാണ് നമ്മുടെ സാധാരണ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അത് തന്നെ ആണ് നമ്മളിന്നും പ്ലേസ് ചെയ്യുന്നത്. പക്ഷേ 78 പോയിൻറ്റ്സിന് പകരം നമ്മൾ ഈ ഒരു ക്യാൻഡലിൻ്റെ ക്ലോസ് നമ്മളുടെ ലൈൻ്റെ മേലിൽ എവിടെ തന്നാലും നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അത് വേറൊന്നുമല്ല, ഇവിടെ ഒരു പ്രീവിയസ് ഡേ ഹൈയും ഉണ്ട്. അതിനെ അവിടുന്ന് സെല്ല് ചെയ്ത ആൾക്കാരുടെ അവിടുന്ന് മേളിൽ ചെന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് തിരിച്ച് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയും വലിയ സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ലൈൻ്റെ മേലിൽ എവിടെ ക്ലോസ് ചെയ്താലും ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ട്രേഡിൽ നിന്ന് മാനുവലി എക്സിറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ പെട്ടെന്നൊരു സ്പൈക്കോ വല്ലതും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ എപ്പോഴും നമ്മൾ റെഡിയായിരിക്കണം. സോ നമുക്ക് എൻട്രി കിട്ടിയത് 300-ലാണ്. 51,400-ൻ്റെ പി ആണ് നമ്മൾ ബൈ ചെയ്തത്. സോ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് 38 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് കൊടുത്തിടാം. പക്ഷേ നമ്മൾ അത്രയും കൊടുക്കുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തിടാം. 262, 263യും നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഓക്കെ, നമ്മുടെ ലൈൻ്റെ മേളിൽ ഇവിടെ എവിടെയെങ്കിലും മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. വലിയൊരു സ്പൈക്കോ വല്ലതും ഇവിടുന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മളുടെ ചെറിയൊരു ലോസാണ് കാണിക്കുന്നത്. ട്രേഡേഴ്സ്, മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് ക്യാൻഡിൽ. ഇപ്പം ഏകദേശം നമ്മളുടെ കോസ്റ്റിൽ തന്നെയാണ് റൺ ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഏകദേശം ക്ലോസ് ആവാറായിട്ടുണ്ട്. ക്ലോസ് ചെയ്തില്ല. ഓക്കെ, ഇപ്പോഴാണ് ക്ലോസ് ആയത്. ക്ലോസ് ആയിട്ട് ജസ്റ്റ് ഒരു 1000+ ഒരു ലോസാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ ഒരു ക്യാൻഡിലിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഞാൻ നമ്മളുടെ ട്രേഡിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 1900-ൻ്റെ ലോസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. അപ്പം ഇനി താഴത്തോട്ട് വന്ന് മാർക്കറ്റ് നമ്മുടെ ലൈനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ട്രേഡും കൂടെ എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ്, മാർക്കറ്റ് അഗൈൻ നമ്മളുടെ ലൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ രണ്ടാമത് നമ്മുടെ ട്രേഡിൽ റീ എൻട്രി ചെയ്ത് ഇപ്പോൾ നമ്മുടെ ലോസിനെ 1900-ൻ്റെ ലോസ് നമ്മൾ ബുക്ക് ചെയ്തായിരുന്നു. ആ ലോസിനെ ബുക്ക് ചെയ്ത് അടുത്ത ട്രേഡ് നമ്മൾ എടുത്ത് 295-ലാണ് ലോസിനെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം എന്നാലും ഇവിടുന്ന് ഇനി ഒരു റിജക്ഷനോ വല്ലതും വരുവാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇനിയും ലോസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം നമ്മൾ എടുത്ത ആ എൻട്രി പോയിൻ്റ് തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, അവിടുന്ന് റിജക്ഷൻ ഇവിടുന്ന് വരുവാണെങ്കിൽ ഒരു CPR വരെ വരാനുള്ള ചാൻസസ് ഉണ്ട് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, അത് വേണ്ട, നമ്മളുടെ ഡിസൈഡ് പൊസിഷനിൽ തന്നെ നമുക്ക് ഇറങ്ങിയേക്കാം. അത്രയും വെയിറ്റ് ചെയ്യണ്ട. കണ്ട, എന്താ മാർക്കറ്റ്
ജീവിക്കാൻ സമ്മതിക്കില്ലേ കേട്ടോ. അവിടുന്ന് വീണ്ടും റിജക്ഷൻ. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മളുടെ ആ എൻട്രി പോയിൻ്റിൽ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം മാർക്കറ്റ് 295 ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ആ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടേക്കാൻ 295ഉം 296. കാരണം ഇവിടെ നിന്നൊരു റിവേഴ്സൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്തേക്കാം ഏതായാലും. ഓക്കെ, 295ൻ്റെ. അപ്പോൾ നമുക്ക് പിന്നെ ഇതിൻ്റെ അകത്തൊരു വലിയ ലോസ് ഇല്ല. നമ്മളുടെ എൻട്രി പോയിൻ്റ് തന്നെ നമ്മൾ ലോസാക്കി. ട്രേഡേഴ്സ്, ഇവിടുന്നും മാർക്കറ്റ് ഒരു റിജക്ഷനാണ് കാണിക്കുന്നത്. ഇതിനെ നിങ്ങളൊരു ഓവർ ട്രേഡായിട്ട് കാണരുത്. കാരണം ഇതൊരു സൈഡ് വൈസ് മാർക്കറ്റാണ്. നമ്മളുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്, പ്രോഫിറ്റിനെക്കാട്ടിലും ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു സ്റ്റോപ്പ് ലോസും കൂടെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് 1 മോർ ട്രേഡ് കൂടെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. സോ ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2000ൻ്റെ ഏകദേശം, അല്ല നേരത്തെ പോലെ തന്നെ ഒരു ലോസാണ് നമ്മൾ ബുക്ക് ചെയ്തത്. വീണ്ടും മാർക്കറ്റ് ഓക്കെ ഒന്നും കൂടെ റീ എൻറ്റർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഓവർ ട്രേഡായിട്ട് ആരും കാണരുത്. കാരണം നമ്മുടെ ലൈൻ എത്ര ബ്യൂട്ടിഫുള്ളിയാണ് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യണമെന്ന് നോക്കും. പക്ഷെ അതൊരു സൈഡ് വൈസ് മാർക്കറ്റ് ആയിപ്പോയത് മാത്രമാണ് ഒരു പ്രശ്നം. പക്ഷേ അത് സാരമില്ല. കണ്ടോ, ഇവിടുന്നും റിജക്ഷൻ വരുവാണെങ്കിൽ നമുക്കൊരു 2000ൻ്റെ ലോസ് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ക്യാൻഡിലിൻ്റെ സ്റ്റാർട്ടിങ് ആയുള്ളായിരുന്നു. കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തിട്ട് എൻ്റർ ചെയ്താൽ മതിയായിരുന്നു. അത് സാരമില്ല. നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ലോസ് ഉണ്ട് മാർക്കറ്റിൽ. ഏത് ബിസിനസ് ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ ഒരു ലോസ് ഉണ്ടല്ലോ. അത് വെറുതെ നമ്മൾ എത്രയെങ്കിലും ഒന്നും കണക്ക് കൂട്ടാതെയും ഒന്നും കാണാതെയും നമ്മൾ ലോസിനെ വെയർ ചെയ്യാത്തപ്പോഴാണ് അതൊരു നമ്മുടെ ക്യാപിറ്റലിനെയൊക്കെ ബ്ലോ ഔട്ട് ചെയ്യുന്നത്. സോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ലോസ് ഉണ്ട്, ഒരു 3500 ഒരു 4000 താഴെ. കാരണം അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ട്രേഡിൽ അത്രയും ലോസ് ബെയർ ചെയ്യാൻ. കാരണം ഫുള്ളി ഒരു സൈഡ് വൈസ് മാർക്കറ്റാണ്. ഓക്കെ, ഏകദേശം മാർക്കറ്റ് വീണ്ടും നമ്മളുടെ സ്റ്റോപ്പ് ലോസിനടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4600 ലോസ് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ക്യാൻഡിലിൻ്റെ ക്ലോസും കൂടെ നോക്കിയിട്ട് നമുക്ക് ഇവിടെ മാനുവൽ ആണെങ്കിലും 3 മിനിറ്റ് ഉണ്ട്. ഉള്ളതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു ക്യാൻഡിലിൽ തന്നെ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്തെന്ന് ഇറങ്ങാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 3500 നമ്മൾ കൊടുക്കാമെന്ന് ഉദ്ദേശിച്ച സ്റ്റോപ്പ് ലോസും എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാരണം ഇനിയിപ്പോൾ ക്യാൻഡിൽ അത്രയും താഴത്തോട്ട് വരാൻ ചാൻസ് ഇല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഓക്കെ നമ്മളൊരു 3900ൻ്റെ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെടുത്ത ട്രേഡുകളെല്ലാം ഇതായിരുന്നു. താങ്ക് യു, ബൈ.